നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏതാ പെണ്ണ്? അവള് ശ്യാമയായിട്ട് എന്താ ബന്ധം? അതറിയണം, അറിഞ്ഞേ പറ്റൂ. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. വരൂ. ശരി. അവൾ അച്ഛന്റെ നെഞ്ചില് ഒരു ഭാരമായിട്ട് എന്നും ഉണ്ടാവും മോനെ. അവസാനം അച്ഛനെ വിറവ് കൊള്ളി കൊട്ടി ചിത ഒരുക്കുമ്പോഴും നെഞ്ചിൽ ഈ ഭാഗം മാത്രം കത്താതെ എങ്ങനെ കിടക്കും? അത്രയ്ക്ക് ആദ്യ ഈ നെഞ്ചില്. അച്ഛന് മരിക്കും മുമ്പ് മറ്റൊരു മോഹം കൂടി ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? ആദ്യത്തെ കുഞ്ഞ് ആൺകുട്ടിയാവുമ്പോ അച്ഛന്റെ മനസ്സിൽ ചില മോഹങ്ങളൊക്കെ ഉണ്ടാവും. അവൻ വളർന്ന് ജോലിക്കാരനാവുമ്പോ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഒരു 100 രൂപ കൈനീട്ടി വാങ്ങാൻ ഏതൊരച്ഛനും കൊതിക്കും. അത് അച്ഛന് പകരുന്നതൊരു ധൈര്യമാണ്. തനിക്ക് ശേഷം കുടുംബത്തെ തന്റെ മോൻ സംരക്ഷിക്കുന്ന ധൈര്യം. പക്ഷെ മൂത്ത മോനായ നിന്നിൽ നിന്നോ ഇളയ മോനായ മനോജിൽ നിന്നും അങ്ങനൊരു ധൈര്യം കിട്ടിയില്ല. അച്ഛന് സങ്കടമൊന്നുമില്ല മോനെ. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന വിധി പോലെ കാര്യങ്ങൾ നടക്കും. ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. അച്ഛനെന്തോ നിന്നോടിതൊക്കെ പറയണമെന്ന് തോന്നി. ചിലപ്പോ മരണം അടക്കുന്നതിന്റെ ആവാം. നീ പൊയ്ക്കോ. അച്ഛാ, നമുക്കൊരുമിച്ച് പോവാം. വേണ്ട മോനെ, അച്ഛൻ 1-2 പേരെ കാണാനുണ്ട്. നീ പൊയ്ക്കോ.
വീട്ടിൽ നിന്ന് പഠിക്കാൻ ഇറങ്ങിയിട്ട് ഇവിടെ ഏതോ പെണ്ണിന്റെ പിറകെ വാലാട്ടി നടക്കുന്നു. ലക്ഷണം കണ്ടിട്ട് നേരത്തെ പറഞ്ഞുറപ്പിച്ച കൂടിക്കാഴ്ച എന്ന് തോന്നുന്നു. ശ്ശേ, ഏതാ പെണ്ണ്? അവള് ശ്യാമയായിട്ട് എന്താ ബന്ധം? അതറിയണം, അറിഞ്ഞേ പറ്റൂ. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. വരൂ. ശരി. നമുക്ക് അങ്ങോട്ട് മാറുന്ന സംസാരിച്ചാലോ? നല്ല രസമായിരിക്കും. വാ. അവന്റെ കൂട്ടുകാരനാ വൃത്തികെട്ട മിഥുന്റെ കൂടെയുണ്ട് ഒരു പെണ്ണ്. ഹോ. എന്തായാലും ഇത് കാമുകന്മാർക്ക് സല്ലപിക്കാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു. നല്ല റെസ്റ്റോറന്റ്. അവന്മാർക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ. അപ്പോ ശ്യാമിനൊപ്പമുള്ള പെണ്ണ് അവന്റെ കാമുകയായിരിക്കും. എനിക്കതറിയണം, അറിഞ്ഞേ പറ്റൂ. അങ്ങനെ വിടൂല ഞാൻ. ശ്യാമെന്താ ഒന്നും മിണ്ടാത്തെ? കോളേജിൽ വെച്ച് നീ വർഷയെ കണ്ടില്ലേ? എന്താ ശ്യാമയെ കണ്ണു നിറഞ്ഞിരിക്കുന്നത്? വർഷയെ കണ്ടില്ലേ നീ? കണ്ടു. ഒരക്ഷരവും മിണ്ടാതെ മുഖം തിരിച്ചു പൊക്കളഞ്ഞു. പുറകെ ചെന്ന് അവളെ പലതവണ വിളിച്ചിട്ടും എന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല അവള്. പിന്നെ വർഷയെ കാണാൻ ഞാൻ അവളുടെ ക്ലാസ് റൂമിലും പോയി. അപ്പോഴും അവള് കണ്ട ഭാവം നടിച്ചില്ല. ഞങ്ങൾ തമ്മിലുള്ള ആ പിണക്കത്തിന്റെ കാരണം കൂട്ടുകാർ ചോദിച്ചപ്പോഴാ വർഷം നാക്കെടുത്തത്. പിന്നെ ആൺകുട്ടികളോട് അധികം സൗഹൃദം പാടില്ലെന്ന് അവൾ കൂട്ടുകാരിക്ക് ഉപദേശവും കൊടുത്തു. കല്യാണം കഴിഞ്ഞാലും വീട്ടിൽ കയറി വന്ന് കുടുംബം തകർക്കാൻ നോക്കൂന്ന് എന്നെ ഉദ്ദേശിച്ച് അവള് പറഞ്ഞത്. ചേച്ചിക്കറിയാലോ, കല്യാണത്തിന് വരന്റെ കയ്യിൽ താലിയെടുത്ത് കൊടുക്കുന്ന പ്രധാന ചടങ്ങ് പോലും എന്നെക്കൊണ്ട് ചെയ്യിച്ചോളാം വർഷ. ആ വർഷ തന്നെ ഞാൻ അവളുടെ കുടുംബം തകർക്കാൻ ചെന്ന് പറഞ്ഞു കേട്ടപ്പോ അവളെന്റെ ചെകിടത്തൊന്ന് പൊടിച്ചിരുന്നെങ്കിലും എനിക്കത്ര ഫീൽ ആവില്ലായിരുന്നു. അവളുടെ കുത്തുവാക്ക് അതെന്നെ വല്ലാതെ തളർത്തുന്നു ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.